ഇഷാസ് മെമ്മറൈസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് മുറുക്കുണ്ടാക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പിഞ്ച് കായം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ വെച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചിരിക്കുന്നത്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് മുറുക്ക് കുറച്ച് തിക്നെസ് ആയിട്ട് വരും. എനിക്ക് അത്രയും തിക്നെസ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തിക്കാക്കാതിരുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കിക്കോളൂ. അതായത് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇനി ഞാൻ മുറുക്കിൻ്റെ ചില്ലിട്ടിട്ട് ഞാൻ അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഇതിൽ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഇങ്ങനെ മുറുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നൈസായിട്ട് വരുന്നത്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണെങ്കിൽ ശരിക്കും നമുക്ക് മുറുക്ക് വട്ടത്തിൽ ചുറ്റിയെടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് ഒരുപാട് തിക്കായിട്ടുള്ളത് വേണ്ട, കാരണം എനിക്ക് മോൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് തിക്കായാൽ അവൾക്ക് കടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ അത്ര ബലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം പോലാക്കിയത്. അതായത് ഞാൻ അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, തേങ്ങാപ്പാലിൽ മാത്രമാണ് ഞാനിത് കുഴച്ചിരിക്കുന്നത്. ഇനി ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടിട്ട് മൊരിയിക്കേണ്ട. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരാൻ തുടങ്ങുമ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതിവിടെ ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, ചില്ല് മാറ്റിയാൽ മതി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങാപ്പാലിൽ ഇങ്ങനെ ചെയ്യണത്. എനിക്ക് തേങ്ങാപ്പാൽ കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാനത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അരിപ്പൊടിയൊക്കെ ചേർക്കണതുകൊണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.